ഒരാളുടെ മാസമുറ 28 ദിവസം കൂടുമ്പോഴാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പകുതിയിൽ കറക്റ്റ് 14-ാം പക്കമായിരിക്കും അവർക്ക് അണ്ടോൽപാദനം നടക്കുന്നത്. 100% മെൻസ്ട്രുവേഷൻ സമയത്ത് ബന്ധപ്പെട്ടാൽ പ്രഗ്നൻ്റ് ആവില്ല. അണ്ടോൽപാദനം നടന്ന് 24 മണിക്കൂർ, അണ്ടോൽപാദനത്തിന് മുമ്പ് 24 മണിക്കൂർ ആണെങ്കിലും ഗർഭിണിയെ ആകാൻ സാധ്യതയുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഉള്ളത് ലക്ഷ്മി അമ്മാൾ മാമാണ്, SUT ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ പ്രഗ്നൻസി, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരുന്നാലും നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് ആയിരിക്കും, അയ്യോ കല്യാണം കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം മെൻസ്ട്രുവേഷൻ ടൈം ആവുമ്പോൾ തന്നെ ആ ദിവസങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതൊക്കെ മാസമുറകൾ എപ്പോഴാണ്, നമുക്കൊരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കാൻ പറ്റുന്നത് എപ്പോഴാണ് എന്നൊക്കെയുള്ളത്, അതൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ മാസമുറയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം വേറെയാണ്. അല്ല, ഒരു ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം വേറെയാണ്. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു കേരളത്തിലെ സാമൂഹിക അവസ്ഥയിൽ എല്ലാവരും ഉടൻ ചോദിച്ചു തുടങ്ങും, വിശേഷമൊന്നും ഇല്ലേ എന്നുള്ളത്. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ കണ്ട് നമ്മളിപ്പോഴും പെൺകുട്ടികളൊക്കെ പ്രഗ്നൻസി കുറച്ച് മാറ്റുന്നു എന്നുണ്ടെങ്കിലും പൊതുവേ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രഗ്നൻസിയാണ് അടുത്ത ഒരു അജണ്ട. അപ്പോൾ നമ്മൾ അറിയേണ്ടത് മാസക്കുളി എങ്ങനെ വന്നാലാണ് നമുക്ക് പ്രഗ്നൻ്റ് ആകാൻ എളുപ്പം എന്നൊക്കെയാണ്. ഒരു ഭൂരിപക്ഷം സ്ത്രീകളുടെ മാസക്കുളിയും ഒരു 28-30 ദിവസത്തിനകം കൃത്യമായി വരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് മാസമുറ വരുന്നതിനർത്ഥം അവർക്ക് അണ്ടോൽപാദനം കൃത്യമായിട്ട് നടക്കുന്നു എന്നാണ്. അപ്പോൾ ഒരാളുടെ മാസമുറ 28 ദിവസം കൂടുമ്പോഴാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പകുതിയിൽ കറക്റ്റ് 14-ാം പക്കമായിരിക്കും അവർക്ക് അണ്ടോൽപാദനം നടക്കുന്നത്. അപ്പോൾ അണ്ടോൽപാദനം പക്ഷെ നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റില്ല. എന്ന് മാസക്കുളി വരുന്നു അതിന് 14 ദിവസം മുമ്പ് അണ്ടോൽപാദനം നടന്നിരിക്കും. പക്ഷെ കൃത്യമായിട്ട് 28 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോൾ വരുന്ന മാസക്കുളിയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 28 ദിവസത്തിൽ വരുന്ന മാസക്കുളിക്കായിരിക്കും കറക്റ്റ് മാസക്കുളി തുടങ്ങി 14-ാം പക്കം അണ്ടോൽപാദനം നടക്കും. 30 ദിവസമാണെങ്കിൽ അത് 2 ദിവസം കൂടെ അങ്ങോട്ടാവും. കാര്യം അണ്ടോൽപാദനവും മാസക്കുളിയും തമ്മിലുള്ള ഇൻ്റർവെൽ എപ്പോഴും 14 ദിവസമായിരിക്കും. അപ്പോൾ 30 ദിവസമാണെങ്കിൽ 16-ാമത്തെ ദിവസം അണ്ടോൽപാദനം, 40 ദിവസമാണെങ്കിലോ 26-ാമത്തെ ദിവസമായിരിക്കും അണ്ടോൽപാദനം. അപ്പോൾ കറക്റ്റായിട്ട് മാസക്കുളി നടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അറിയാൻ പറ്റും കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഈ അണ്ടോൽപാദനം നടക്കുന്നതിൻ്റെ. ഏത് വശത്തു നിന്നാണോ അണ്ടോൽപാദനം നടക്കുന്നത് അവിടെ ഒരു ചെറിയ വേദന, താഴെ നമ്മൾ മൂത്രമൊഴിക്കാനും കഴുകാനും ഒക്കെ പോകുമ്പോൾ ആ ഒരു മ്യൂക്കസ് കിളികിള എന്ന് പറഞ്ഞൊരു ദ്രാവകം പുതിയതായിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ സമയത്തായിരിക്കും അണ്ടോൽപാദനം. അപ്പോൾ ഗർഭിണിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ദിവസം നോക്കിയോ അതിൻ്റെ തലേ ദിവസമോ പിറ്റേ ദിവസമോ ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭവതിയാകാം. ഇനി മാസക്കുളി തെറ്റിയാണ് വരുന്നതെങ്കിൽ അതും കൃത്യം 34 ദിവസത്തിലാണെങ്കിൽ 20-ാമത്തെ ദിവസമായിരിക്കും അണ്ടോൽപാദനം. അപ്പം അത് നോക്കി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ല, നമുക്ക് പ്രഗ്നൻസി വേണ്ട എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഈ മാസമുറയുടെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകാതെയും ഇരിക്കാം. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ അണ്ടം നമ്മുടെ ശരീരത്ത് പൊട്ടി വെളിയിൽ വന്നിട്ട് ആ അണ്ടവാഹിനി കുഴലുണ്ട്. ആ അണ്ടവാഹിനി കുഴലാണ് പതുക്കെ അതിനെ ആ ട്യൂബിലേക്ക് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ അത് ഈ അണ്ടവാഹിനി കുഴലിലും ഒരു 24 മണിക്കൂർ ജീവനോടിരിക്കും അണ്ടം. 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് പതുക്കെ ദ്രവിച്ചു പോവും. അപ്പോൾ അണ്ടോൽപാദനം നടന്ന് 24 മണിക്കൂർ, അണ്ടോൽപാദനത്തിന് മുമ്പ് 24 മണിക്കൂർ ആണെങ്കിലും ഗർഭിണിയെ ആകാൻ സാധ്യതയുണ്ട്. അണ്ടോൽപാദനം കഴിഞ്ഞ് 24 മണിക്കൂറിൽ ബന്ധപ്പെട്ടാലും ഗർഭവതിയാകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടെയുണ്ട്, പുരുഷൻ്റെ ബീജം അകത്ത് കയറി കഴിഞ്ഞാൽ 72 മണിക്കൂർ അത് ലൈവായിരിക്കും. അപ്പോൾ അണ്ടോൽപാദനം നടക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ബന്ധപ്പെട്ടാലും അവർ പ്രഗ്നൻ്റ് ആവും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് എന്നാണ് അണ്ടോൽപാദനം. അപ്പം നമ്മൾ പറയുന്നത് മാസമുറ തുടങ്ങി 9-ാമത്തെ ദിവസം തുടങ്ങി 18-ാമത്തെ ദിവസം വരെ നമ്മളത് സെക്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസിക്കുള്ള സാധ്യത
കുറവാണെന്ന്. പക്ഷെ അതൊക്കെ ഒരു ഞാണിമക്കളിയാണ്, ചിലപ്പോൾ അത് തെറ്റിപ്പോയെന്നിരിക്കും. അതെ, അതും എന്നാലും പൊതുവെ ഇതാണ് അതിന്റെ ഒരു ശാസ്ത്രം. ഇതാണ്. ഓക്കെ. ഈ മെൻസുറേഷൻ ടൈമിൽ ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ഒരു ഡൗട്ട് വരാറുണ്ട്, ഈ മെൻസുറേഷൻ ടൈമിൽ ബന്ധപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പ്രഗ്നൻസി ആയി പോകുമോ എന്ന് പേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ 100% മെൻസ്ട്രുവേഷൻ സമയത്ത് ബന്ധപ്പെട്ടാൽ പ്രഗ്നന്റ് ആവില്ല. കാര്യം ആ നോർമലി പോകുന്ന ഒരാൾക്ക്, അതായത് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് അണ്ടമെല്ലാം പോയി ഹോർമോൺസ് എല്ലാം കുറഞ്ഞ് കഴിയുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ അകത്തെ ആ പാട പൊഴിഞ്ഞു പോകുന്നതാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആവില്ല. പക്ഷേ മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ബന്ധപ്പെടുമ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കുറേ നമ്മളെ രക്ഷിക്കുന്ന കുറേ മെക്കാനിസംസ് ഉണ്ട്. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അണുബാധ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് യോനിയിലൊരു ആസിഡിക് മീഡിയമാണ്, ആസിഡ് pH ആണുള്ളത്. പക്ഷേ ഈ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ pH മാറി ആൽക്കലൈൻ pH ആവും. അപ്പോൾ ആ സമയത്ത് ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ അണുബാധയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. ക്ലെൻലിനെസ് വെച്ച് ശുചിത്വം വെച്ച് നോക്കുകയാണെങ്കിൽ അതത്ര ഒരു പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമല്ല എന്ന് തന്നെ പറയാം.